നമസ്കാരം. രാവിലെ 7:30 ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് ഒരു ആക്റ്റീവ സ്കൂട്ടർ വന്നെത്തുന്നു. സ്വയം സ്കൂട്ടർ ഓടിച്ചു വന്നയാൾ മറ്റാരുമല്ല, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ആഡംബര കാറുകളിൽ മാത്രം സഞ്ചരിക്കാൻ ശീലിച്ച അധികാരത്തിന്റെ ഉന്നതങ്ങളിൽ വിലസിയിരുന്ന ആ മനുഷ്യൻ ഇന്ന് ഡ്രൈവർ ഇല്ലാതെ, സെക്യൂരിറ്റി ഇല്ലാതെ ഒറ്റയ്ക്ക് സ്കൂട്ടറിൽ വന്നിറങ്ങുന്നു. തലയിൽ ഹെൽമറ്റുമില്ല. നിയമം ആദ്യം പാലിക്കേണ്ട മുൻ മന്ത്രി തന്നെ നിയമം കാറ്റിൽ പറത്തുമ്പോൾ ആ മുഖത്ത് കണ്ടത് ഒരു ഭരണാധികാരിയുടെ പ്രതാപമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന്റെ ഭയമായിരുന്നു. അദ്ദേഹത്തിന്റെ മൊബൈലിൽ ഹെൽമറ്റ് പിഴയുടെ SMS വന്നിട്ടുണ്ടാകാം. പക്ഷേ അദ്ദേഹം ഭയക്കുന്നത് ആ പിഴയെയല്ല, പിറകിൽ സൈറൻ മുഴക്കി വരുന്ന SITയുടെ അറസ്റ്റ് വാറന്റിനെയാകാം. ഈ യാത്ര എന്തായാലും വെറുമൊരു യാത്രയല്ല. താൻ കെട്ടിപ്പടുത്ത രാഷ്ട്രീയ സാമ്രാജ്യം തകരുമ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു ഒളിച്ചോട്ടത്തിന്റെ ആദ്യ സൂചന കൂടിയാകാം ഇത്. എന്താവശ്യത്തിനാണ് ഒരു മുൻമന്ത്രി ഇത്രയും താഴുന്നത്? SIT പിടിമുറുക്കുകയാണ്, ഒന്ന് സഹായിക്കണം. ഇതാണോ അദ്ദേഹം ചെന്നിത്തലയോട് ആവശ്യപ്പെട്ടത്? അതോ ജയിലിൽ പോയാൽ കിട്ടേണ്ട VIP സൗകര്യങ്ങൾ ഉറപ്പാക്കാനാണോ? ഫാൻ, പ്രത്യേക സെൽ, വീട്ടിൽ നിന്നുള്ള ഭക്ഷണം എന്നിവ ലഭ്യമാക്കാൻ ഒരു മുൻമന്ത്രി മുൻകൂട്ടി റെക്കമെൻഡേഷൻ വാങ്ങാൻ പോയതാണോ? രാഷ്ട്രീയ ശത്രുവിനെ പോലും അഭയം പ്രാപിക്കേണ്ടി വന്ന ഗതികേടിലാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു ഇന്നത്തെ ആ കൂടിക്കാഴ്ച. രമേശ് ചെന്നിത്തലയുടെ വീട്ടിന് മുന്നിൽ മാധ്യമപ്പട കാത്തു നിൽക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ വന്നിറങ്ങിയത് തീർത്തും അസ്വസ്ഥനായിട്ടായിരുന്നു. ചില നിസ്സാര ശുപാർശകൾക്ക് ആണ് വന്നതെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ട് ധൃതിയിൽ അവിടെ നിന്നും പോവുകയായിരുന്നു കടകംപള്ളി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി ചേർത്തതോടെ കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. പ്രസിഡന്റ് സ്ഥാനമേറ്റ കാലം മുതൽ തന്നെ ക്ഷേത്ര വരുമാനം വകമാറ്റുന്നതിലടക്കമുള്ള ആരോപണങ്ങളിൽ PS പ്രശാന്തിന്റെ പേര് പലപ്പോഴും ഉയർന്നു വന്നിട്ടുണ്ട്. 2019 നടന്ന സ്വർണം പൂശലിലെ വലിയ തട്ടിപ്പുകൾ പുറം ലോകം അറിയാതിരിക്കാനും അത് മറച്ചുവെക്കാനുമാണ് 2025 വീണ്ടും ദ്വാരപാലക വിഗ്രഹങ്ങൾ അഴിച്ച് സ്വർണം പൂശാൻ കൊണ്ടുപോയതെന്നാണ് SITയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ. ഈ വൻ അഴിമതിക്ക് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന 2023 തന്നെ ആരംഭിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുമുണ്ട്. പുതിയ ദേവസ്വം ബോർഡ് 2023 ചുമതലയേറ്റതിന് പിന്നാലെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഇതിനായുള്ള നീക്കങ്ങൾ നടന്നു. ദ്വാരപാലക വിഗ്രഹങ്ങൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയത് കൃത്യമായ അജണ്ടയുടെ ഭാഗമാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ശബരിമലയിലെ വിഗ്രഹങ്ങൾ അഴിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത് ഔദ്യോഗിക ദേവസ്വം മാനുവലിന് തികച്ചും വിരുദ്ധമാണെന്ന് വ്യക്തമായി. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് PS പ്രശാന്ത് അടങ്ങുന്ന അന്നത്തെ ഭരണസമിതി ഇതിന് അനുമതി നൽകിയത്. മാനുവലിലെ കർശന നിയമങ്ങൾ ലംഘിക്കപ്പെടുമെന്ന് ഉറപ്പായിട്ടും ഈ ക്രമവിരുദ്ധമായ നീക്കത്തിന് ഭരണസമിതിയും തന്ത്രിയും പൂർണ്ണ അറിവോടെ കൂട്ടുനിന്നുവെന്ന് SIT കോടതി അറിയിച്ചു. സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് പ്രതികൾ അവകാശപ്പെട്ട 40 വർഷത്തെ വാറന്റി എന്നത് വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. പഴയ തട്ടിപ്പ് മറയ്ക്കാനുള്ള ഒരു പുകമറയായിട്ടാണ് ചെന്നൈയിലെ സ്ഥാപനവുമായി ചേർന്ന് ഇത്തരമൊരു വ്യാജ വാറന്റി രേഖയും അവകാശവാദങ്ങളും ഇവ സൃഷ്ടിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദൈവതുല്യനായ ഒരാൾക്ക് പങ്കുണ്ടെന്ന് പ്രതിയായ CPM നേതാവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ A. പത്മകുമാർ പറഞ്ഞിരുന്നു. ആരാണ് ആ ദൈവതുല്യനായ ഒരാൾ? PS പ്രശാന്ത് പ്രതിയായതിന് പിന്നാലെ അതിരാവിലെ തന്നെ ഹെൽമറ്റ് പോലും എടുക്കാൻ മറന്ന് ഡ്രൈവർ കൂടെ ഇല്ലാതെ സ്വയം സ്കൂട്ടർ ഓടിച്ച് കടകംപള്ളി രമേശ് ചെന്നിത്തലയെ കാണാൻ വന്നതോടുകൂടി ആ ദൈവതുല്യനായ വ്യക്തി കടകംപള്ളിയാണോ എന്ന സംശയം വീണ്ടും ഉയരുകയാണ്. കേരളത്തിൽ മുൻപ് അഴിമതിക്കേസിൽപ്പെട്ട ഒട്ടേറെ മന്ത്രിമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ജയിലിൽ പോയപ്പോഴും ആദ്യം കരുതിയത് താൻ രക്ഷപ്പെടുമെന്നാണ്. എന്നാൽ നിയമം ആർക്കു മുന്നിലും കുനിയാറില്ല. R. ബാലകൃഷ്ണപിള്ള മുതൽ ഇന്നലെ വരെ ജയിലിൽ പോയ പല നേതാക്കളും ഇതേ നാടകങ്ങൾ തന്നെയാണ് കളിച്ചത്. ഒടുവിൽ വിധി വന്നപ്പോൾ അവർക്കെല്ലാം ലഭിച്ചത് ജയിലിലെ തണുത്ത തറയും കൂലിപ്പണിയും മാത്രമായിരുന്നു. കടകംപള്ളി ഇന്ന് ഭയക്കുന്നത് ആ 4 ചുവരുകളെ ആയിരിക്കാം. അഴിമതിയുടെ കറകൾ ആ കൈകളിൽ പുരണ്ടിട്ടുണ്ട് എങ്കിൽ ചരിത്രം ആവർത്തിക്കപ്പെടും. ഒളിച്ചോടാൻ നോക്കിയാലും നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ക്ഷേത്രങ്ങളിൽ പോയി ഭക്തർ കാണിക്കിടുന്നത് അത് പുണ്യമായിട്ടാണ്. ആ പണം സ്വന്തം ആർഭാടത്തിന് ഉപയോഗിക്കുന്നതിനേക്കാൾ വലിയൊരു പാപം വേറെയുണ്ടോ? ഈ അഴിമതി ഓരോ വിശ്വാസിയുടെയും മനസ്സിനെ മുറിപ്പെടുത്തുന്നു. ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തത തകർത്ത് സ്വന്തം കീശ നിറച്ചവരെ കേരളത്തിലെ ജനങ്ങൾ ഇനി വെറുതെ വിടില്ല. വിശ്വാസിയുടെ കണ്ണീര് ഇവർക്ക് വിനയാകും. കഴിഞ്ഞ 1 വർഷത്തെ കടകംപള്ളിയുടെ ഫോൺ കോളുകളും ചാറ്റുകളും SIT ട്രാക്ക് ചെയ്തു കഴിഞ്ഞു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ വിവരങ്ങൾ പ്രശാന്തിന്റെ അറസ്റ്റിനേക്കാൾ വലിയ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കും. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കടകംപള്ളിയുടെയും അദ്ദേഹത്തിന്റെ അടുപ്പക്കാരുടെയും വസതികളിൽ വലിയ റെയ്ഡുകൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അറസ്റ്റ് വാറന്റ് ഏത് നിമിഷം
നിമിഷവും ഉണ്ടാകാം. അങ്ങനെ സംഭവിച്ചാൽ ഒളിച്ചോടാൻ നോക്കിയാലും നിയമത്തിന്റെ വലയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാനാവില്ല. ഇന്ന് രാവിലെ ഹെൽമറ്റ് ഇല്ലാതെ സ്കൂട്ടറിൽ പാഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ നാളെ ചിലപ്പോൾ ജയിലിലെ അഴിക്കുള്ളിലായിരിക്കാം. പ്രശാന്തിനെ പ്രതി ചേർത്തതും ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ചയും SITയുടെ അന്വേഷണവും എല്ലാം കൂടി നോക്കുമ്പോൾ കടകംപള്ളി സുരേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിച്ചു എന്ന് തന്നെ ഉറപ്പാണ്. കടകംപള്ളി സുരേന്ദ്രനെ പോലൊരു മുൻ മന്ത്രിക്ക് സാധാരണ തടവുകാരുടെ കൂടെ കഴിയാൻ കഴിയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ചെന്നിത്തലയുടെ പ്രസക്തി. ജയിലിലെ പ്രത്യേക സെൽ, വീട്ടിൽ നിന്നുള്ള ഭക്ഷണം, സന്ദർശകരെ കാണാനുള്ള അനുമതി, കട്ടിൽ, ഫാൻ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കാൻ ആഭ്യന്തരമന്ത്രി വഴി ജയിലിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകാനാണോ ഈ കൂടിക്കാഴ്ച നടത്തിയത്? പണ്ട് അഴിമതി നടത്തിയ മറ്റൊരു മുൻ മന്ത്രി ജയിലിൽ കിടന്നപ്പോൾ ലഭിച്ച എല്ലാ സൗകര്യങ്ങളും കടകംപള്ളിക്കും ലഭിക്കണമെന്ന ശാഠ്യം എന്തിനാണ്? നിയമം എല്ലാവർക്കും തുല്യമാണെന്ന് പറയുമ്പോൾ തന്നെ അധികാരമുള്ളവർക്ക് അത് വളച്ചൊടിക്കാൻ കഴിയുമെന്ന് വീണ്ടും തെളിയുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ ശിക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാകുമ്പോൾ മാന്യമായി ജയിലിൽ എങ്ങനെ കഴിഞ്ഞുകൂടാമെന്ന് പ്ലാൻ ചെയ്യുന്നത് എത്രത്തോളം അധാർമികമാണ്. ഇത് സാധാരണക്കാരോടുള്ള പരിഹാസം കൂടിയാണ്. സാധാരണക്കാരായ ഒരാൾ ജയിലിൽ പോയാൽ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകൾ ഇവർക്കറിയാമോ? ആ ധാർമ്മികതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ ജയിൽ ഡീൽ വെറുമൊരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം മാത്രമാണ്. ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് മൗനം പാലിക്കുന്നതും സംശയകരമാണ്. ഒരുപക്ഷെ ഭാവിയിൽ തനിക്കും ഇതേ സാഹചര്യം വന്നാൽ സഹായിക്കാൻ കടകംപള്ളിയുടെ സഹായം ഉണ്ടാകുമെന്ന മുൻകൂട്ടിയുള്ള പ്ലാനിംഗ് ആകാം ഇത്. SITയുടെ ഇനിയുള്ള വലിയ ആയുധം PS പ്രശാന്തിന്റെ ഫോണായിരിക്കും. അതിലെ വാട്സപ്പ് ചാറ്റുകൾ വെറും അഴിമതി കഥകളല്ല, പലരുടെയും രാഷ്ട്രീയ ഭാവി തകർക്കാൻ പോകുന്നതാണ്. കടകംപള്ളിയും പ്രശാന്തും തമ്മിൽ നടന്ന ഫോൺ സംഭാഷണങ്ങൾ ഇപ്പോൾ ഡീക്രിപ്റ്റ് ചെയ്ത് വീണ്ടെടുക്കുമ്പോൾ സംഭാഷണങ്ങളിൽ ക്ഷേത്ര സ്വർണത്തിന്റെ കണക്കും കോടികളുടെ ഇടപാടുകളും ഉണ്ടെങ്കിൽ അത് വെറും നിസ്സാരമല്ല, മറിച്ച് തെളിവുകളാണ്. ഓരോ ചാറ്റും ഓരോ ആണികളാണ്. ഇതൊക്കെ ഡിജിറ്റൽ രേഖകളായി മാറുമ്പോൾ കോടതിയിൽ ഇനി എന്ത് ന്യായീകരണമാകും അദ്ദേഹം പറയുക? ഡിജിറ്റൽ ലോകത്ത് ഒന്നും മാഞ്ഞു പോകില്ല. SIT തെളിവുകൾ വെച്ച് ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ അവിടെ ആരും പതറാതെ ഇരിക്കില്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ ഡിജിറ്റൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ രാഷ്ട്രീയ കേരളത്തിലെ പലരും കണ്ണീർ കുടിക്കേണ്ടി വരും. ഈ കേസിലെ ഏറ്റവും വലിയ ഇരകൾ ഭക്തരാണ്. ഇത് കേവലം പണത്തിന്റെ തട്ടിപ്പല്ല, വിശ്വാസത്തെ വിലപേശിയുള്ള കച്ചവടമാണ്. സാധാരണക്കാരന്റെ വിശ്വാസം വെച്ച് കളിച്ചവർക്ക് ഇനി ഒരിക്കലും ഭരണത്തിലിരിക്കാൻ യോഗ്യതയില്ല. ജയിലിൽ കിടന്നാലും ഈ കറ മായ്ക്കാനാവില്ല. ഈ കേസ് ഓരോ വിശ്വാസിയുടെയും അന്തസ്സുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ കൊടുത്ത പണം കൊണ്ട് ഇവർ എന്ത് ചെയ്തു എന്ന ചോദ്യം ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉയരുന്നുമുണ്ട്. SITക്ക് മുന്നിൽ മാത്രമല്ല ജനകോടതികളിലും ഇവർ ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടി വരും. അധികാരത്തിന്റെ തണലിൽ എന്തും ചെയ്യാമെന്ന് കരുതിയവർക്ക് ജനങ്ങളുടെ മുന്നിൽ തല കുനിക്കേണ്ടി വരുന്നത് ഒരു പാഠമാണ്. ജനാധിപത്യത്തിൽ ആരും ചോദ്യം ചെയ്യപ്പെടാത്തവരല്ല. കടകംപള്ളിയെ പോലുള്ള നേതാക്കൾ ഇത് മനസ്സിലാക്കണം. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. വിശ്വാസികളുടെ കണ്ണീരിന് വിലയുണ്ട്. ആ വില ഇവർ നൽകേണ്ടി വരും. ഈ കേസ് നീതിപൂർവം അവസാനം വരെ കൊണ്ടുപോകാൻ കേരളം മുഴുവൻ SITക്കൊപ്പം നിൽക്കും. സത്യം ജയിക്കട്ടെ, അഴിമതിക്കാർ അഴിക്കുള്ളിലാകട്ടെ. നിങ്ങൾ എന്താണ് കരുതുന്നത്? കടകംപള്ളി അറസ്റ്റിലാകുമോ അതോ ചെന്നിത്തലയുടെ കനിവിൽ അദ്ദേഹം രക്ഷപ്പെടുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.